CPM-കാർ ഇങ്ങനെ കുളം തോണ്ടാനും കുഴികുത്താനും നടക്കുമ്പോൾ തത്തുല്യമായ കേഡർ ശക്തിയുള്ള ഒരു പാർട്ടിയെ കാണാനേ ഇല്ല. അതിന്റെ പ്രവർത്തനം അപ്പടി ദില്ലിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിന്റെ നേതാക്കളെ ഇപ്പോൾ ദില്ലിയിൽ ചെന്നാലേ കാണാൻ കിട്ടും. പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. ഞങ്ങളിവിടെ ഒഫീഷ്യൽ പരിപാടി ഒന്നുമില്ല. തങ്ങള് മുസഫർ നഗറിലെ പാർട്ടി ഉണ്ടാക്കിയ ഒരു ബൈത്തുറഹ്മാൻ വീടുകളുടെ ദാനം നിർവഹിക്കാൻ, താക്കോൽ ദാനം നിർവഹിക്കാൻ വേണ്ടി വന്നതാണ്. അത്രയേ ഉള്ളൂ. ബൈത്തുർ റഹ്മ എന്ന ഭവന നിർമ്മാണ പരിപാടി മുസ്ലിം ലീഗിന്റെ ഒരു പാർട്ടി പരിപാടിയല്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാലും മുസഫർ നഗർ വരെ ഇന്ന് പോയി നോക്കാം. മുസ്ലിം ലീഗ് ഒരു സംഭവമാണ്, മുന്തിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ലക്ഷ്യം നാടിൻ വികസനമാണ്, അതിനായി കഴിവുള്ള നേതാക്കളാണ്. ആത്യന്തികമായി ഈ ജീവകാരുണ്യ പദ്ധതി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നറിയപ്പെടുന്ന കേരള സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിയാണല്ലോ. I would like to say one thing. The highest contribution given to this scheme is from Kerala State Muslim League and our leaders, Jalikut Sahib, Kangal Sahib, Haji Sahib. They are all instrumental to this. And the thing is, my dearest colleague, Mr. P.V. Abdul Wahab Sahib, he was like a shadow of this. He was doing everything possible. കുഞ്ഞാലിക്കുട്ടി സാഹിബും തങ്ങൾ സാഹിബും അജീദ് സാഹിബും വഹാബ് സാഹിബും തന്നെയാണ് ഇവിടത്തെ പോലെ അവിടെയും നേതാക്കൾ. Indian Union Muslim National Committee is concerned. This is a step forward. Inshallah, after completing this project, including the school, we will move to the next side. I would like to say this Baitur Rahma project is a trendsetter of IUML in North India. ഈ ഭവന നിർമ്മാണ പദ്ധതി ദില്ലിയിലെ മുസ്ലിം ലീഗ് പ്രവർത്തനത്തിന്റെ അടിത്തറയാണ് എന്ന് മലയാളം. ये हमारा पहले प्रोजेक्ट है, लेकिन ये आखिरी नहीं और होना है. कादर बशीर साहब अभी इधर बोला, ये एक ट्रेंड सेटर है. क्या बोलता है ट्रेंड सेटर को? उर्दू में शुरुआत आगाज है. अभी ज्यादा आ जाएगा. उसके साथ मुस्लिम लीग भी बड़ा हो जाएगा. तो वही है डीपी मोहम्मद साहब अभी इधर आपको बोला है. आप सब दुआ करना है. वही हमको आपके साथ अभी बोलने का बात है. आप सब दुआ करना है. कादर मजीद साहब अभी बोला एक विशेष दिन है आज, उस दिन आप दुआ करना. हम ज्यादा ऐसा प्रोजेक्ट करने के लिए कोशिश करूंगा. मैं अल्लाह हेल्प अस, मैं अल्लाह ब्लेस अस. हमारा पार्टी भी बड़ा हो जाना है, पार्टी को अलायंस हो जाना है और ज्यादा काम है, वो सब बाद में बोल जाएगा. ഒന്നും കാണാതെ PK കുഞ്ഞാലിക്കുട്ടി കിണറ്റിൽ ചാടില്ല എന്ന് മനസ്സിലായല്ലോ. ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളോട് മുസ്ലിം ലീഗ് എന്ന് പറയാനുള്ള ഭാഷാശേഷിയൊക്കെ കൈവശമുണ്ട്. तो मैम जनरल सेक्रेटरी के जैसे और MP के जैसे दिल्ली में होगा और आपसे ज्यादा मुलाकात हो जाएगा. बशीर साहब के से बशीर को अभी इस प्रोजेक्ट के बारे में मैं कंग्रेचुलेट करता हूँ. मैं अल्लाह ब्लेसिंग डू मोर प्रोजेक्ट. थैंक यू. अस्सलाम. ഇനി अथवा ആ ഉറുദു പോരെങ്കിൽ ബ്രാൻഡഡ് ഉറുദു ഉണ്ട്. कुंजालिकुटी साहब ने अच्छा उर्दू में बात किया. हम अभी उर्दू बोलने का शुरू होता है. इंशाअल्लाह यूपी में और पूरा हिंदुस्तान में मुस्लिम लीग आएगा.
बहुत बराबर से आएगा। मुस्लिम लीग, मुस्लिम लीग, मुस्लिम लीग। अस्सलाम वालेकुम वरहमतुल्लाह। ഇത്ര കാലമുണ്ടായിട്ടും തിരിഞ്ഞു നോക്കാതെ മോദിജി ഭരിക്കുമ്പോൾ തന്നെ ഈ സാഹിബുമാർ മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്നും പറഞ്ഞ് വടക്കോട്ട് വെച്ചു പിടിച്ചത് എന്തിനാണോ എന്തോ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്ന് ആർക്കറിയാം. ഏതായാലും പടച്ച തമ്പുരാൻ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പൊളിമിക്സ് കഴിയൂ.